നിർണായകമായിട്ടുള്ളൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആയിട്ടാണ് ഈ SIR എന്ന് പറയുന്ന സംഭവം ഇന്ത്യയിൽ മുഴുവൻ നിൽക്കുന്നത്. കേരളം, തമിഴ്നാട്, വെസ്റ്റ് ബംഗാൾ, ഈ 3 സംസ്ഥാനങ്ങൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഈ 3 സംസ്ഥാനങ്ങളിലും ഈ അടുത്ത 6 മാസത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന സംസ്ഥാനങ്ങളാണ്. ഇപ്പോൾ കേരളത്തിൽ 24 ലക്ഷത്തിലധികം ആൾക്കാരെയാണ് ഈ ലിസ്റ്റിൽ നിന്ന് പുറത്തായെന്നാണ് പറയുന്നത്. ആ 24 ലക്ഷത്തിൽ ഏതാണ്ട് 6 ലക്ഷത്തോളം 6.5 ലക്ഷത്തോളം 6.49 ആൾക്കാർ മരണം അടഞ്ഞവരാണെന്നാണ് ഇവർ പറയുന്നത്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം 14.16 ലക്ഷം ആളുകൾ മിസ്സിങ്ങും അല്ലെങ്കിൽ ആബ്സെൻറ്റും എന്നുള്ളൊരു ഗണത്തിലാണ് പെടുന്നത്. അപ്പോൾ ഇത് കേരളത്തിലെ പ്രധാന രാഷ്ട്രീയ പാർട്ടികൾ ആരും തന്നെ അവർ ഇലക്ഷൻ കമ്മീഷനുമായിട്ടുള്ള ഒരു ചർച്ച എന്നുള്ളതിനപ്പുറത്തേക്ക് ഇതിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടല്ലോ, അതിനെ എത്രത്തോളം ഇവർ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളത് വളരെ വിശദമായിട്ട് പരിശോധിക്കേണ്ട കാര്യമാണ്. പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് പാർട്ടിയുടെ ഏറ്റവും സമുന്നതനായ നേതാവെന്ന് പറയുന്ന ഒരു ആൾ തന്നെ വളരെ സംശയകരമായ ഒരു പ്രോസസ്സാണ് ഇതിൻ്റെ പിന്നിൽ നടക്കുന്നതെന്ന് നിരവധി തവണ പറയുമ്പോൾ ആ ഗൗരവത്തോടു കൂടി കോൺഗ്രസ് പാർട്ടി ഈ ഒരു പ്രോസസ്സിനെ കേരളത്തിൽ കാണുന്നുണ്ട്, തമിഴ്നാട്ടിൽ കാണുന്നുണ്ട്, വെസ്റ്റ് ബംഗാളിൽ കാണുന്നുണ്ട് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള സംശയമുണ്ട്. ഇപ്പം കേരളത്തിൽ ഈ പറഞ്ഞതുപോലെ എല്ലാവരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അവരവരുടെ സ്ഥാനം ഉറപ്പിക്കാനുള്ള തിരക്കിലാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ SIRനെ കുറിച്ചിട്ട് എത്രത്തോളം ഗൗരവത്തോടു കൂടി ഇവർക്ക് ഇതിനെ സമീപിക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്.